ഈ സോള് ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിനും കഴിച്ച പ്രതീതി വരും അല്ലേ? വിശുദ്ധരൊക്കെ അങ്ങനെയാ. ശരീരത്തിന് വേണ്ട ഭക്ഷണം ചിലപ്പോൾ ഭൗതികമായിട്ട് കഴിച്ചില്ലെങ്കിൽ പോലും അല്ലേ, ഈ മരുഭൂമിയിൽ ജീവിക്കുന്നവരവരൊക്കെ ആത്മാവ് നല്ല ഭക്ഷണം കഴിക്കുകയാണ്. ദൈവവചനമാവുന്ന ഭക്ഷണം കഴിച്ച് അത് ശരീരത്തിനെയും കൂടി സാറ്റിസ്ഫൈഡ് ആക്കും. പിന്നെ പരിശുദ്ധ കുർബാനയും കൂടി സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ? പല വിശുദ്ധരും പരിശുദ്ധ കുർബാനയിൽ മാത്രം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് അത് മാത്രം ഭക്ഷിച്ച് ജീവിച്ചവരുണ്ട്. രോഗികളായി കിടന്നിരുന്ന കുറേ വിശുദ്ധർ മറ്റ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തപ്പോൾ ഈ ഹോളി കമ്മ്യൂണിയൻ മാത്രം കഴിച്ച് ജീവിച്ചവരുണ്ട്. ഹോളി കമ്മ്യൂണിയൻ ഏറ്റവും അധികം നമ്മളിൽ പിടിക്കണമെങ്കിൽ, നമ്മുടെ ഭാഗമായിട്ട് മാറണമെങ്കിൽ അതിനു മുമ്പ് ദൈവവചനം, തിരുവചനം ഭക്ഷിച്ചിരിക്കണം നന്നായിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ ആദ്യം വചനത്തിൻ്റെ ഒരു ഭാഗമാണ് വേർഡ് ഓഫ് ഗോഡ്. വചനം വായിക്കുന്നു, ശ്രവിക്കുന്നു, ധ്യാനിക്കുന്നു, വചനം മുറിക്കുന്നു എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് അപ്പം മുറിക്കുന്നു, ഭക്ഷിക്കുന്നു. അപ്പോൾ ദൈവവചനം ഭക്ഷിക്കണം, ഈശോയുടെ തിരുശരീര രക്തങ്ങളും കൂടി നമ്മൾ കൺസ്യൂം ചെയ്യണം, ഉള്ളിലാക്കണം, ഭക്ഷിക്കണം. അത് മതി. ശരിക്കും അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ വിശുദ്ധർ തെളിയിച്ചിട്ടുണ്ട്. ഭൗതികമായ ഭക്ഷണം കഴിക്കാതെ ജീവിച്ചവരുണ്ട് അല്ലേ? നമുക്ക് അതിനനുസരിച്ചുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹമൊക്കെ വേണം. അതൊന്നും ഇല്ലാതെ ഇത് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ വല്ല രോഗങ്ങളൊക്കെ വരും, അസിഡിറ്റി വരും, അത് വരും, ഇത് വരും. വെറുതെ കഴിക്കാതിരുന്നുകൊണ്ടല്ല, ഈ ആത്മീയ കാര്യങ്ങൾ ശരിക്കും അതിൽ നിമഗ്നമായി അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും സകല നല്ല ഉദ്ദേശത്തോടും കൂടി അതിൽ മുഴുകിയിരിക്കുമ്പോഴാണ് ശരീരത്തിന് ഉപകാരപ്പെടുക. അല്ലാണ്ട് വെറുതെ ബൈബിൾ വായിക്കുമ്പോഴേക്കും മറ്റേ ഭൗതിക ഭക്ഷണം നിർത്തി, അയ്യോ അങ്ങനെ നിർത്തിയപ്പോൾ ആകെ സിക്കായി, പണ്ടത്തേക്കാളും മോശമായി എന്നൊക്കെ പറയേണ്ടി വരും. മദർ ഇങ്ങനെ പറയാറുണ്ട്, ഈ മുന്തിരി ചെടിയായി ഈശോ ഞാൻ പറഞ്ഞല്ലോ അത് ബൈബിളിൽ. അപ്പൊ ഒരു ഇങ്ങനെ മദർ പറയാറുണ്ടല്ലോ, ജീവരസം, ആ ജീവരസവും വലിച്ചെടുക്കാണ് വൈൻസ്. So from that they are getting the energy to bear fruit. ഇപ്പൊ മുന്തിരിച്ചെടിയും ശാഖകൾ എന്ന് പറയുമ്പോൾ മുന്തിരിച്ചെടിയുടെ ആ തായ്തണ്ടിൽ നിന്ന് ശാഖകള് ജീവരസം വലിച്ചെടുക്കുക. അങ്ങനെ ജീവരസം വലിച്ചെടുത്ത ശാഖകള് പുഷ്ടിപ്പെടും. CCC 703 ക്രിയേഷന്റെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആബാ പിതാവിന്റെ വായ തുറക്കുമ്പോ വാക്കും ശ്വാസവും വരുന്നു. അങ്ങനെയാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ഒറിജിൻ ഓഫ് ആൻഡ് ബീയിങ് ഓഫ് ലൈഫ് ഓഫ് എവറി ക്രീച്ചർ. അപ്പൊ വായ തുറക്കുമ്പോൾ വാക്കും ശ്വാസവും ഈശോവും പരിശുദ്ധാത്മാവും വന്നിട്ട് ജീവൻ ഉണ്ടാകുന്നു. ഇപ്പോൾ ഉൽപ്പത്തി 1 ലെറ്റ് ദെയർ ബി ലൈറ്റ് ദൈവം പറഞ്ഞു, അപ്പൊ തന്നെ പ്രകാശം ഉണ്ടായി. അപ്പോൾ ആ ലൈഫിന്റെ ഒരു എക്സിസ്റ്റൻസ് തന്നെ വേർഡ് ഓഫ് ഗോഡിലാണ്. ദൈവത്തിന്റെ വാക്കും അതുപോലെ വാക്ക് പറയുമ്പോൾ ഒപ്പം ശ്വാസം. അപ്പോൾ ലൈഫ് ഈസ് കണക്റ്റഡ് ടു ബ്രെത്ത്. സോ എവറിത്തിങ് ഈസ് കണക്റ്റഡ്. ജീവൻ ഉണ്ടാകുന്നതും സമൃദ്ധമായി ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും ഒക്കെ ഈ ദൈവവചനവും ദൈവവചനത്തിലെ ദൈവാത്മാവും അല്ലേ? ഓരോ ദൈവവചനത്തിലും ദൈവാത്മാവ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, എങ്ങനെ പരിശുദ്ധാത്മാവിന് കിട്ടുക? ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ പരിശുദ്ധാത്മാവിന് കിട്ടും? എങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയണം അല്ലേ? ഇതിലെ കമൻറ്റ് ബോക്സിലൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുക? ദൈവവചനത്തിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒളിഞ്ഞ് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് എടുക്കണം. അതെങ്ങനെയാണ്? വചനം വായിച്ച് ശ്രവിച്ച് ധ്യാനിക്കണം. അതെന്നെ പിന്നെയും വായിച്ച് എന്താണിത് പറയുന്നത്, എന്താണ് അങ്ങനെ ധ്യാനിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിന് നമുക്ക് കിട്ടും. ചിലർ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ പ്രാർത്ഥിക്കുക? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് തുടങ്ങുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ മെല്ലെ നമുക്ക് നമ്മുടേതായ ചില രീതികൾ കിട്ടും. ചില പാറ്റേൺസ് ഓഫ് പ്രെയർ അല്ലെങ്കിൽ വേയ്സ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ ചില വഴികൾ നമുക്ക് തന്നെ പേഴ്സണലായിട്ട് തുറന്നു കിട്ടും. എപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിക്കേണ്ട, ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തുടക്കത്തിന് നമുക്ക് ആവശ്യമുണ്ട് മറ്റുള്ളവരുടെ ഹെൽപ്പ്.
അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഓ ഇത് കൊള്ളാലോ ഇത് കൊള്ളാലോ, അങ്ങനെ ആ പ്രാർത്ഥനയുടെ ലോകത്തിലായിട്ട് മാറും. എനിക്കൊരു കാര്യം പറയാം. ഞാനിവിടെ ദൈവവിളി സ്വീകരിച്ചു വന്നതിന് ശേഷം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സുവിശേഷത്തിലെ അന്ന് ഈശോയായിരുന്നു, പക്ഷെ ഇപ്പം മിശിഹായായി. രണ്ടാൾക്കാരാണ് അല്ല, ഒരാള്. അന്ന് ഈശോയായിരുന്നു, ഈശോ. പക്ഷെ ഈശോയെക്കാളും കുറച്ചും കൂടെ പറയുന്നത് അങ്ങനെയായിരുന്നു, ഇപ്പൊ പറയുന്നത് മിശിഹ. സുവിശേഷത്തിലെ മിശിഹായെ അറിയുക എന്നുള്ള ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ആദ്യം മിശിഹ കർത്താവിൻ പാടി മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. പരിശുദ്ധ കുർബാനയില് കാർമികൻ പാടുന്നതാണെങ്കിലും അതിന്റെ ഒരു നിറവുണ്ട്. കാർമികൻ എപ്പം അത് ഏത് ട്യൂൺ, പണ്ട് എനിക്ക് ട്യൂണൊക്കെ ഒരു ഹരമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഏത് സാധാരണ പരിശുദ്ധ കുർബാനയാണോ അതിൽ ഈ വൈദികൻ ഇത് പാട്ട കേൾക്കുമ്പോഴത്തേക്കും ഒരു കോരിത്തിരിപ്പ് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇത് ആദ്യകാലം മിശിഹ കർത്താവിന്റെ കൃപ, മിശിഹായുടെ കൃപ നിറയട്ടെ, ഇപ്പൊ തന്നെ നിറയട്ടെ. അപ്പൊ ആദ്യമൊക്കെ സുവിശേഷം വായിക്കുമ്പോ ഒന്നും മനസ്സിലാകത്തില്ല. ഈശോ കടൽ തീരത്തിലൂടെ പോയി അവിടെ ഇരുന്നു, മീൻ പിടിച്ചു, അങ്ങനെയൊക്കെ ഒരു കാര്യമായിരുന്നു. പക്ഷെ കുറച്ച് വായിച്ചതിന് മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പം മദറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇരുന്ന് വായിച്ചു നോക്കിക്കുക, ഓരോ ദൈവവചനം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. Will get up and speak. Each word of God will rise and speak to you. അപ്പൊ അതായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം. ഈശോ മിശിഹായെ അറിയുക. അപ്പൊ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ജനന മരണ ഉദ്ധാന രഹസ്യങ്ങളാണ് സുവിശേഷത്തിൽ പറയുന്നത്. അതിൽ മനുഷ്യാവതാരത്തെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര ഒരു ഇൻകാർനേറ്റിനെ കുറിച്ച് പറയാൻ ഒരു നല്ലൊരു ത്വരയുണ്ട്. അത് പറയുമ്പോൾ ഈശോയുടെ ജനനം എങ്ങനെയായിരുന്നു, മിശിഹായുടെ മനുഷ്യാവതാരം, മനുഷ്യനായിട്ട് ഉദരത്തിൽ ആദ്യം, പിന്നെ ജനനം. ഈശോയുടെ മനുഷ്യാവതാരം, ജനനം, 30 വർഷത്തെ ഈശോയുടെ ജീവിതം, പിന്നെ 3 വർഷത്തെ പരസ്യ ജീവിതം, അത് കഴിഞ്ഞ് പീഡാസഹനം, അത് കഴിഞ്ഞ് കുരിശുമരണം കഴിഞ്ഞ് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസ പ്രമാണത്തില് കൃത്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? വിശ്വാസ പ്രമാണത്തില് കൃത്യം ഓർഡർ. അപ്പൊ ഈ മിശിഹായെ കുറിച്ച് അറിയാൻ നല്ലൊരു താല്പര്യം, ഇൻട്രസ്റ്റ്, അങ്ങനെയാണ് ധ്യാനത്തിലേക്ക് വന്നിട്ടില്ല. എങ്കിലും കുറച്ചൊക്കെ ഇപ്പം ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് ധ്യാനിക്കാൻ പറ്റുന്നുണ്ട്. ഈശോ മനുഷ്യനായിട്ട് വന്നു. കഴിഞ്ഞ ദിവസം ആരാധനയില് മദർ ഞങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വർഗത്തിലെല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും ഈശോ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ ഇടയ്ക്ക് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങളോട് ഇതേ പട്ടിക്കൂട്ടി പോയി കിടക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാൻ പറ്റുമോ? വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഒരു കാര്യം എന്നെ ചിന്തിപ്പിക്കാറുണ്ട്. അയ്യോ, സാധാരണ വീട്ടിലൊക്കെ പ്രയറിന്റെ സമയത്ത്, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എങ്ങാനും അവിടെ നിന്ന് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പപ്പ പുറത്തിറക്കി പോയി ആ സീറ്റോടത്തെ പോയിരുന്നു പ്രാർത്ഥിച്ചു, കുരിശുവരെ കഴിയുമ്പോൾ ഇങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കി വിടാറുണ്ട്. അപ്പോ അയ്യോ ചെയ്യണ്ടായിരുന്നു. അപ്പോ ഒരു കാര്യം എന്നെ പുറത്തിറക്കി വിട്ടു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമമുണ്ട്. അപ്പൊ ഈ സ്വർഗത്തിൽ നിന്ന് ഈശോ മനുഷ്യന്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈശോ എന്തോരം കാര്യങ്ങൾ, അതായിരുന്നു ഈശോയുടെ ഒരു എളിമ. ഈശോ കുറെ കാര്യങ്ങള് ത്യജിച്ചു. ആ ത്യജിച്ച കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ പറയണത്. ഈശോയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, പക്ഷെ ഈശോ അതൊന്നും ചെയ്യുന്നില്ല. വെറും ഒന്നും ചെയ്യാം, മനുഷ്യൻ എങ്ങനെ അനുഭവിക്കുന്നുവോ അതുപോലെ തന്നെ ഈശോ ഓരോ കാര്യങ്ങളും, മനുഷ്യന്റെ ഓരോ സഹനങ്ങളും ഈശോ ഏറ്റെടുക്കുമായിരുന്നു എന്നുള്ള ആ ഒരു. അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയും, നമ്മുടെ സ്വഭാവം അറിയാലോ, ഈശോയ്ക്ക് സ്വർഗത്തിലിരുന്ന് പറഞ്ഞാൽ മതി, ഞാനല്ല ഇവിടെ അനുഭവിക്കണേ. ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കും,
ചിന്തിക്കാറില്ല ഈശോ അല്ല ഇപ്പൊ ഇല്ല നേരത്തെ ഈശോ ദൈവമല്ലേ, അതുകൊണ്ട് ഈശോയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റും. ദൈവം മനുഷ്യനായി. ദൈവം മനുഷ്യനായി എന്നുള്ള ഒരു കാര്യം. പിന്നെ ഈ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും, യഥാർത്ഥ ദൈവമാണ്, യഥാർത്ഥ മനുഷ്യനായി. പാപം ചെയ്തില്ല എന്ന് മാത്രം. നമ്മൾ മനുഷ്യര് അയ്യോ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് പാപം ചെയ്യാ, ഈശോ മനുഷ്യനല്ലേ എന്ന് പറഞ്ഞിട്ട് പാപം ചെയ്തില്ല. അതിന്റെ ഒരു ദൈവവചനുണ്ട്. അല്ല, അപ്പൊ നമ്മള് ചിലര് പറയില്ലേ പച്ച മനുഷ്യനല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. ഈശോ മനുഷ്യനായിരുന്നു എന്നിട്ട് ഇങ്ങനെ പാപം ചെയ്തില്ലല്ലോ. ഈശോയെ പോലുള്ള മനുഷ്യനാവണ്ടേ. അതിന്റെ ഒരു ദൈവവചനുണ്ട്, ഹെബ്രായർ. ഈശോ പാപം ചെയ്തില്ല. ഹെബ്രായർ 3:17 ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശ്യനാകേണ്ടിയിരുന്നു. ഏത് മനുഷ്യന് എന്തിലും കൂടെ ഗോത്രൂ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈശോ ഗോത്രൂ ചെയ്തിട്ടുണ്ട്. ഈശോ അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കൃത്യം ലിറ്ററലി ആ എക്സാക്റ്റ് പ്രവൃത്തി അല്ലെങ്കിലും അതിൻ്റെ ആ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന ആ ഒരു വിഷമം എന്താ, അതൊക്കെ കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് അതിലൂടെ കടന്നു പോയി. എന്നിട്ട് പറഞ്ഞു സാരില്ല, ഞാൻ കൂടെ ഉണ്ട്, അനുരൂപപ്പെടാൻ സദൃശ്യനായി തീർന്നു. അപ്പം നമുക്ക് ഈശോ സഹിച്ചല്ലോ, അപ്പം ഈശോയെ അതേപോലെ സഹിക്കാൻ എനിക്കും കൃപ തരണേ. ഞാനേ വാസ് വെക്കാൻ ആ മരത്തിന്റെ ഇല വെട്ടിട്ടുണ്ട്. നിക്ക് 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 എന്നതാ നോക്ക് നടക്കണ്ട. അയ്യോ മദർ ഇതിനെ പറ്റി നമുക്കൊരു ഓർക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തെ പറ്റി. നമ്മള് ദൈവസ്നേഹത്തിന്റെ റാണീച്ചേനെ ആദ്യം കൊണ്ടുവയ്ക്കണം. ഈ തേനീച്ച കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ ആദ്യം ചെയ്യുക ഒരു റാണീച്ചേനെ പിടിച്ചിട്ട് ആ കൂട്ടിൽ വെക്കും. അപ്പോൾ ബാക്കി എല്ലാ ഈച്ചകളും അതിൻ്റെ ഒപ്പം വരും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ റാണീച്ചേനെ പിടിച്ചു വെച്ചാൽ പിന്നെ ബാക്കി എല്ലാ സുഹൃത്തുക്കളും അതിൻ്റെ കൂടെ വരും. തേനീച്ചയല്ല, ചെറുതേനെ കൂടാന്നപ്പം ചെറുതേനായാലും. പക്ഷേ നമ്മുടെ കാതലല്ല, അതിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ സുഹൃതത്തെ നമ്മൾ ചേർത്ത് പിടിക്കുക. അതിൽ നിന്ന് ബാക്കി സുഹൃതങ്ങളെല്ലാം വന്നോളും. അതുപോലെ തന്നെ ഈശോയെ സ്നേഹിച്ചാൽ ബാക്കി എല്ലാ സുഹൃത്തുക്കളും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മിലേക്ക് വരും. എന്ത് ഭംഗിയാ ഈ പ്രകൃതിനെ കാണാൻ. ഇവിടെ ഈ സ്റ്റെപ്പ് പോലെയാണല്ലോ ഈ തേയില ഇങ്ങനെ നട്ടു വെച്ചിങ്ങനെ. അതല്ല സിസ്റ്ററിന്റെ കാരണം സിസ്റ്ററിനറിയോ? ഇതേ ഈ തേയില കാര്യം ഇത് നമ്മൾ കാണുമ്പോൾ ഇത് എന്താ ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. പക്ഷെ ഉണ്ടോ ഇതിങ്ങനെ നട്ടു വെച്ചേക്കുന്നതിൻ്റെ ഒരു കാരണം ഇതിൻ്റെ വേര് നല്ല ഉറച്ചതാ. ഇത് എത്ര ശ്രമിച്ചാലും സാധനം പോരി തരാം. അപ്പോൾ ഈ വേര് നല്ല ഉറച്ചതായതുകൊണ്ട് ഇങ്ങനെ ഈ മണ്ണിടിച്ചിൽ പോലത്തെ ഇതുണ്ട്. അതിലിപ്പോൾ തട്ട് തട്ടായിട്ടില്ല ഇത് തിരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മണ്ണിടിച്ചിലോ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാകില്ല. ഇത് നന്നായിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ഇങ്ങനെ തന്നെയല്ലേ ഈ സുഹൃതങ്ങൾ. പുണ്യങ്ങൾ എത്ര വേര് പിടിക്കുന്നോ അത്രയും തിന്മയെ നമുക്ക് അകറ്റിക്കളയാൻ പറ്റും. പുണ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് വേര് പിടിക്കുകയാണെങ്കിൽ ഈ തിന്മയെ നമുക്ക് പുണ്യങ്ങൾ നിറയുന്നതനുസരിച്ച് തിന്മ മാറി 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 പോയിക്കോളും. അങ്ങനത്തെ ഒരു ആത്മീയമായിട്ട് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കുറേ സുഹൃതങ്ങളെ വേര് പിടിപ്പിക്കാൻ പറ്റും. സുഹൃതം എന്താന്ന് പറയും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ. സുഹൃതം എന്താ CCCയിൽ പറയുന്നത് നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. എന്താണ് സുഹൃതം? നമുക്ക് ഒന്നിച്ച് പറയാം. നന്മ ചെയ്യുന്നത് ശീലമാക്കിയ സുസ്ഥിര മനോഭാവമാണ് സുഹൃതം. Rain the Holy Ruach Lord, rain forevermore. വിശുദ്ധ പാദ്രെ പിയോയുടെ കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന. എൻ്റെ പരിശുദ്ധ കാവൽ മാലാഖയെ, എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും കാത്തുകൊള്ളണമേ. എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ച് എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി അറിയുവാനും സ്നേഹിക്കുവാനും എന്നെ സഹായിക്കണമേ. പല വിചാരങ്ങളിൽ പെട്ടുപോകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കാക്കണേ.
എന്നെ ശരിയായ പാതയിലൂടെ നടത്തുകയും ഔദാര്യമായ ഹൃദയത്തോടെ സൽപ്രവർത്തികൾ ചെയ്യുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. ദുഷ്ടന്റെ കെണിയിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. പ്രലോഭിക്കപ്പെടുമ്പോൾ എന്നെ എടുത്ത് തിന്മയോടുള്ള പോരാട്ടത്തിൽ എന്നെ വിജയിയാക്കണമേ. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണേ. പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട് അവിടെ നാം ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് നിത്യതയോളം കീർത്തനങ്ങൾ പാടുന്നത് വരെ എന്നെ നിരന്തരം കാക്കണമേ. ആമേൻ.